നിങ്ങൾ അറിഞ്ഞു കാണും, ഇന്ന് രാവിലെ 9 മണിക്ക് കാശ്മീരിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വലിയ ബ്ലാസ്റ്റ് ഉണ്ടായി. ഏകദേശം 9ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതിൻ്റെ CCTV ഫുട്ടേജുകളൊക്കെ വരാൻ തുടങ്ങി. ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തോളമാണ് അതിൻ്റെ ആഘാതം ഉണ്ടായത്. ആ പോലീസ് സ്റ്റേഷൻ കംപ്ലീറ്റ് തീർന്നു പോയി. അടുത്തുണ്ടായിരുന്ന വണ്ടികൾ, പോലീസ് വണ്ടികൾ, മറ്റുള്ള വണ്ടികൾ, ഇതെല്ലാം ബ്ലാസ്റ്റിൽ നശിച്ചുപോയി. ആദ്യം അതിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയും ഇഞ്ചേർഡ് ഏകദേശം 30 പേരോളം ഹോസ്പിറ്റലിൽ സീരിയസ് ആണ്. ഡൽഹി ബ്ലാസ്റ്റിൻ്റെ ചെയിനായിരുന്നു ഇത് തന്നെ. അതായത് ഫരീദാബാദിൽ നിന്ന് പ്രൊക്യൂർ ചെയ്ത, പോലീസ് പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് അവിടെ സ്റ്റോർ ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ബ്ലാസ്റ്റ് ഉണ്ടായത്. പോലീസിൻ്റെ കെയർലെസ്നെസ് ആണ്. അതായത് പോലീസ് പ്രോപ്പറായിട്ടല്ല ഹാൻഡിൽ ചെയ്ത്, അതിൻ്റെ പേരിലാണ് ബ്ലാസ്റ്റ് ഉണ്ടായി എന്നാണ് കാശ്മീർ DGP അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ, പത്രക്കുറിപ്പിൽ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതേ പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റുപാടിലായിരുന്നു ജെയ്ഷ് ഇ മുഹമ്മദ് ഈ പോസ്റ്ററെല്ലാം ഒട്ടിച്ചത്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റർ കണ്ടിട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൽഹിയിൽ നടക്കുന്ന ബ്ലാസ്റ്റിനെ പറ്റിയുള്ള ക്ലൂ കിട്ടുകയും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഓരോ കാര്യങ്ങളും പുറത്തോട്ട് വരുന്നത്. പിന്നീട് അറിയാൻ സാധിക്കുന്ന, അതായത് ഉമർ നബി എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഫരീദാബാദ് അൽഫഹ ഹോസ്പിറ്റലിലെ ഡോക്ടർ, അതേപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ റഡാറിൽ ഏകദേശം 32ഓളം ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ ചില മലയാളികളുണ്ട് എന്ന് പറയുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കേരളത്തിലോട്ടും വ്യാപിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും NIA പോയിട്ടുണ്ട്. പല ആൾക്കാരെ നിരീക്ഷിക്കുന്നുണ്ട്. അത് ഒരു ഫർദർ മറ്റൊരു സൈഡ്. ഇനി നമ്മൾ 2ഓളം ഇന്ത്യയുടെ റിട്ടയേർഡ് മേജർ ജനറൽ, അവർ ഈ പോലീസ് സ്റ്റേഷൻ ബ്ലാസ്റ്റും ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് അവരെ കോട്ട് ചെയ്ത് ഇന്ത്യ ടുഡേ ആ വീക്കിലിക്കകത്ത്, അവരുടെ വെബ്സൈറ്റിനകത്ത് വന്ന പ്രസ്താവനയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം ഇത്. അതായത് ഇത് കംപ്ലീറ്റ് പാകിസ്ഥാൻ്റെ നെറ്റ്വർക്കാണ്. അവരുടെ സഹായത്തോടു കൂടി മാത്രമേ ഇതേപോലെയുള്ള ഒരു ഓപ്പറേഷൻസ്, അതായത് അവിടുന്ന് വന്നവരും അവിടുന്ന് ട്രെയിൻ ചെയ്തവരും സാമ്പത്തികമായി സഹായം കിട്ടിയവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആകമാനം ഈ ഒരു ബ്ലാസ്റ്റിന് സാധ്യത കൂടുതലാണ്. ഈ 2 മേജർ ജനറലും പാകിസ്ഥാൻ, ഈ പറയുന്ന ഇന്ത്യയുടെ കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീരിലെ ആൻറ്റി ടെറർ ഓപ്പറേഷൻസിൽ സീരിയസ് ആയിട്ട് പങ്കെടുത്തിട്ടുള്ള, അതിനെപ്പറ്റി അവർ വിദഗ്ധമായിട്ടും വെൽ സ്റ്റഡീഡാണ്. അവരാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ ഒരു ചിറ്റാറ്റിൽ പറഞ്ഞ പോലെ ആ പോയിന്റോട്ട് കടക്കാം. മനസ്സിലാക്കുക, പാകിസ്ഥാൻ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിന് വേണ്ടി ഇന്ത്യയുടെ മുകളിൽ തയ്യാറെടുക്കുകയാണ്. അത് മറ്റുള്ള റിപ്പോർട്ടുകൾ പ്രവീൺ സാനി പറയുന്നു, മറ്റുള്ളവർ പറയുന്നു, ഇന്ത്യൻ എക്സ്പേർട്ടുകൾ പറയാൻ തുടങ്ങി. അതേപോലെ തന്നെ ഗ്ലോബലായിട്ടുള്ള വാർ എക്സ്പേർട്ടുകൾ, കോൺഫ്ലിക്റ്റ് ടെറർ എക്സ്പേർട്ടുകളും പറയാൻ തുടങ്ങി. പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഫുൾ ഫ്ലെഡ്ജായിട്ട്. പല ഫ്രണ്ടും അത് ഓപ്പൺ ചെയ്യും. ആ രീതിയിൽ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. അതിൻ്റെ ഫുൾ അലേർട്ടിലാണ് പാകിസ്ഥാൻ എന്ന് പറയാം. അപ്പം അതിനു മുമ്പ് ഇന്ത്യയിലാകമാനം പാൻ ഇന്ത്യ ആയിട്ട് ബ്ലാസ്റ്റുകൾ ഉണ്ടാക്കുക, ജനങ്ങളെ പരിഭ്രാന്തരാക്കുക, സെക്യൂരിറ്റി ഏജൻസീസിനെ പരിഭ്രാന്തരാക്കുക, ഇന്ത്യൻ സൈന്യത്തെ അവരിലോട്ട് ഇതേപോലെ ബ്ലാസ്റ്റ് എല്ലായിടത്തും നടക്കും. ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ ഒരു ഭീതിയിലാഴ്ത്തും. ഇതെല്ലാമാണ് ഈ ബ്ലാസ്റ്റ് കൊണ്ടും ഇതേപോലെയുള്ള വൈറ്റ് കോളർ ടെറർ കൊണ്ടും അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ വൈറ്റ് കോളർ ടെറർ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെയുള്ള സമൂഹത്തിലും കമ്മ്യൂണിറ്റിയിലും ഹൈ എൻഡിലുള്ള ആൾക്കാർ ഇതേപോലെയുള്ള ടെറർ ഓപ്പറേഷൻ വന്നു കഴിയും, പ്രത്യേകിച്ച് റാഡിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വന്നു കഴിയുമ്പോൾ ഈ സാധാരണക്കാരായ ആളുകളുണ്ട്, അതായത് സാധാരണ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള അവർ ചിന്തിക്കും, ഈ ഡോക്ടേഴ്സ്, ഇത്ര ഹൈ എൻഡിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതേപോലെയുള്ള ബ്ലാസ്റ്റും അതേപോലെ റാഡിക്കൽ ഇസ്ലാമിന് വേണ്ടി നിൽക്കുമ്പോൾ, ഇന്ത്യയെ തകർക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, എന്തുകൊണ്ടൊരു സാധാരണ ഇസ്ലാം വിശ്വാസിക്ക് അവരുടെ കൂടെ ചേർന്നുകൂടാ? ഇതും അതിൻ്റെ പോസിബിൾ ഓപ്ഷൻ്റെ ഭാഗമായിട്ട് മെസ്സേജും കൂടെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്
ഈ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ ഗ്യാങ് ആണെങ്കിൽ ഈ വൈറ്റ് കോളർ ഗ്യാങ്, അതായത് കമ്മ്യൂണിറ്റിയിൽ ഉയർന്ന രീതിയിൽ നിൽക്കുന്നവർ ഇതേപോലെയുള്ള കോൺസ്പിറസിയും പരിപാടികളായിട്ട് മുന്നോട്ട് പോകും. അതിൻ്റെ ഇമ്പാക്റ്റ് ഇതും കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഈ ടോപ്പിക്കിൽ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിന് വേണ്ടി, അതേപോലെ എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം? അതായത് മനസ്സിലാക്കുക, ഇത് പാകിസ്ഥാൻ്റെ മാത്രമായിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇതിൻ്റെ പിറകിൽ ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം എല്ലാ രീതിയിലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടൊരു കൺവെൻഷണൽ വാർ നടത്തി, ഒരു കോൺഫ്ലിക്റ്റ് നടത്തി. അവർക്ക് ഇവിടെയും ജയിക്കാൻ പറ്റില്ല എന്നവർക്കറിയാം. പക്ഷേ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ തകർത്താൽ മാത്രമേ അവരുടെ എക്കണോമിക് സർവൈലൻസോ ആ രാജ്യത്തിന് ഗ്ലോബലായിട്ട് അവരുദ്ദേശിക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു അജണ്ടയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഈ ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ വെപ്പൺസ് വിൽക്കുന്ന രാജ്യം അമേരിക്കയാണ്. ഇപ്പം ചൈന ഉക്രൈൻ റഷ്യ വാറിന് മുമ്പ് അത് 2ാം സ്ഥാനം റഷ്യക്കാണ്. ആ വാറിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം, വലിയൊരു ഷിഫ്റ്റാണ് ഉണ്ടായത്. കാരണം റഷ്യൻ ആയുധങ്ങളോട് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. കാരണം പ്രോപ്പറായിട്ടത് അതിൻ്റെ എഫിഷ്യൻസിയും യൂസേജും ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലും എഫക്റ്റീവ് അല്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് അവർ ഇറാനിൽ നിന്നും അവിടുന്ന് ഡ്രോൺസും മറ്റുള്ള രാജ്യം അവിടുത്തെ മിസൈലും ഒക്കെ മേടിച്ച് ഈ ഉക്രൈനെതിരെ അവർ യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ അവിടെ വലിയൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഈ മാർക്കറ്റിലോട്ട് ചൈനയ്ക്ക് കയറി വരണം. പക്ഷേ വെപ്പൺസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അതിന് ചൈനയ്ക്ക് വേറെ പോസിബിൾ ഓപ്ഷൻ ഒന്നുമില്ല. കാരണം അവർ ഡയറക്റ്റ് എവിടെയും വാറിനൊന്നും പോകത്തില്ല. അവർക്കറിയാം ഡയറക്റ്റ് എവിടെയും വാറിന് പോയി കഴിഞ്ഞാൽ അവർക്കത് വലിയ രീതിയിലുള്ള അവർക്ക് സെറ്റ് ബാക്ക് ഉണ്ടാകും. അപ്പോൾ ഈ പറയുന്ന പാകിസ്ഥാനെ കൊണ്ട് എല്ലാ രീതിയിലും ഉപയോഗിച്ച് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുക, അവരുടെ വെപ്പൺസ് ഉപയോഗിക്കുക. അതിനുശേഷം ഈ വെപ്പൺസ് ഗ്ലോബലായിട്ട് അമേരിക്കയെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ കൊണ്ടുവരുക. ഇതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പം അതിനുവേണ്ടി എല്ലാ രീതിയിലും ഇന്ത്യയിൽ നിന്നുള്ള പ്രൊവോക്കേഷനും അതേപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഒരു വലിയ അറ്റാക്ക് ഇന്ത്യക്ക് പ്രതീക്ഷിക്കുക. അതായത് ഞാൻ ഈ പറയുന്ന ഈ 2025 ഡിസംബറിന് മുമ്പ് തന്നെ ഇതുണ്ടാകാനുള്ള പോസിബിൾ ചാൻസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. SCO സമ്മിറ്റ് കഴിഞ്ഞ ശേഷം അതിനു മുമ്പും, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും പാകിസ്ഥാൻ്റെ J-10 എന്ന് പറഞ്ഞ അവരുടെ എയർക്രാഫ്റ്റിനും, പാകിസ്ഥാൻ്റെ അല്ല ചൈനയുടെ, അതേപോലെ തന്നെ എയർ ടു എയർ മിസൈലിനും മറ്റുള്ള വെപ്പൺസിനും മറ്റ് ബോംബുകൾക്കും മിസൈലുകൾക്കും ഗ്ലോബൽ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. കാരണം ഒരു എന്തില് അമേരിക്കയിലും ട്രംപ് വന്ന ശേഷം റെസ്ട്രിക്ഷൻ ഉണ്ടായി. ഈ വെപ്പൺസ് പല ഭാഗത്തും ഈ റഷ്യ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നു. അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾക്ക് വെപ്പണിനകത്ത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അതായത് ഒരു മാർക്കറ്റിലോട്ട് ക്യാപ്ചർ ചെയ്ത് കയറുക. ഗ്ലോബലായിട്ട് ജിയോ കോൺഫ്ലിക്ട്സിൽ റഷ്യൻ ആയുധങ്ങൾ ഇല്ലാതാകുന്നു എന്ന് തന്നെയാണ്. വരാനുള്ള 3-4 വർഷം കൊണ്ട് റഷ്യൻ ആയുധങ്ങൾ ഇല്ലാതാകും. കാരണം മറ്റുള്ള രാജ്യങ്ങൾ ഇത് വാങ്ങത്തില്ല. അപ്പോൾ ആ ഒരു സ്പേസിലോട്ട് ചൈനീസ് ആയുധങ്ങൾ കയറി കൂടണം. അപ്പം അതിനു വേണ്ടി ഒരു ട്രയലായിട്ട് പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുക, അത് ഗ്ലോബലായിട്ട് കാണിക്കുക വെപ്പൺസിൻ്റെ എഫിഷ്യൻസി. ഇതിനുശേഷം ആ മാർക്കറ്റ്, അതായത് അമേരിക്കയെ തോൽപ്പിക്കാനുള്ളൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതോടുകൂടി ചൈനയുടെ എക്കോണമി ആണെങ്കിലും അവരുടെ വെപ്പൺസിൻ്റെ മാർക്കറ്റും വലിയ രീതിയിലുള്ള ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉണ്ടാകും. ഇതാണ് ഇതിൻ്റെ പിറകിലുള്ള ഏറ്റവും വലിയ ഗൂഢതന്ത്രങ്ങൾ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവര് പാകിസ്ഥാനെ പ്രിപ്പയർ ചെയ്ത് ഇന്ത്യക്കെതിരെ വാറിനെതിരെ തയ്യാറെടുക്കുന്നത്. അതായത് മനസ്സിലാക്കുക, ഗ്ലോബലായിട്ട് എന്ത് വാർ ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ പുറകിലൊക്കെ ഒരു വലിയ ബിസിനസ് ഉണ്ട് എല്ലാ വാറിൻ്റെ അകത്ത്. അതായത് ഇനിഷ്യലി മറ്റുള്ള ഇഷ്യൂവിൻ്റെ പേരിലാണ് തുടങ്ങുന്നത്. പിന്നീട് ആ വാർ, ആ ടെൻഷൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തേർഡ് പാർട്ടി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് മാർക്കറ്റ് ഡിമാൻഡും ഗ്ലോബൽ ഡിമാൻഡും അത് മാർക്കറ്റിൽ അത് പെർഫോം ചെയ്ത് ഒരു ഷോക്കേസിൽ വെച്ച് അത് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ പലയിടത്തും ഈ വെപ്പൺസുമായി ബന്ധപ്പെട്ട എക്സ്പോയിലൊക്കെ പോയിട്ടുണ്ട്.
അപ്പം എക്സ്പോയിൽ ഇപ്പം പല രീതിയിലുള്ള സംഭവം ലിറ്ററേച്ചറും വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇത് എവിടെ ഉപയോഗിച്ചു, അതായത് ഒരു വെപ്പൺ എവിടെ ഉപയോഗിച്ച് സക്സസ് ആയി, അതിനെ ബേസ് ചെയ്തായിരിക്കും ഫർദറായിട്ട് ഓർഡേഴ്സ് ഒക്കെ വരുന്നത്. അതായത് ഗ്ലോബലായിട്ട് ജിയോ കോൺഫ്ലിക്റ്റിനകത്ത് വെപ്പൺസിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് ഗ്ലോബലായിട്ട് ഡിമാൻഡുണ്ട്. കാരണം ആ വെപ്പൺസ് ഉപയോഗിച്ചായിരിക്കും ഈ പല രാജ്യങ്ങളും പല കോൺഫ്ലിക്റ്റിനും പല തീരുമാനമെടുക്കുമ്പോൾ ഒരു രാജ്യം, അതായത് ഉണ്ടാക്കുന്ന രാജ്യത്തിന് ഇത് വലിയ വലിയ കച്ചവടവും വലിയ വിൽപ്പനയും വലിയ ബിസിനസ്സാണ്. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ വെപ്പൺസ് അതുണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സ് ഗ്ലോബലായിട്ട് ഭയങ്കര ലോബിയിസ്റ്റാണ്. ഈ കാരണം ഇത് വലിയ ഭയങ്കര ട്രേഡാണ് ഈ സംഭവം, മാനുഫാക്ചറിങ് സംഭവം സപ്ലൈ എല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രാധാന്യമുള്ളത്. പറയാൻ വരുന്നത് ഇന്ത്യ മുഴുവനും ഇതേപോലെയുള്ള ബ്ലാസ്റ്റുകളും ടെൻഷനും ഉണ്ടാക്കുക, അതിനുശേഷം പാകിസ്ഥാനെ കൊണ്ടൊരു അറ്റാക്ക്, ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇനിയും ആ രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് പാകിസ്ഥാൻ നടത്തുമ്പോൾ ഒരു കാര്യം ഇന്ത്യ തീരുമാനിക്കും, ഒന്നില്ലെങ്കിൽ പാകിസ്ഥാനെ തീർത്ത് കളയണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ തീർക്കാൻ പറ്റും. അവിടെ ഇവിടെയും പോയി ഇത് പ്രത്യേക സ്ഥാനത്ത് ബോംബിട്ട് അതിനെ കുളമാക്കാൻ അമേരിക്ക പറയുന്നത് കേൾക്കുന്നത് ഇന്ത്യയുടെ താല്പര്യം മാത്രമാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും അവസാനം പറയുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്ന മോദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പൊളിറ്റിക്കലി ഹൈലി സപ്പോർട്ടുണ്ട് ഗവൺമെന്റിന്. അതേപോലെ തന്നെ മോദിയെ ഇന്ത്യയിലെ വളരെ പോപ്പുലർ ലീഡറാണ്, അതിൻ്റെ പൊളിറ്റിക്കൽ ബേസ് ഉണ്ട്, അതിനെ തകർക്കാൻ പറ്റത്തില്ല. ഈ രീതി ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെന്റും ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ചൈനയ്ക്കാണ്. കാരണം ചൈനീസ് മാർക്കറ്റ് അതിനകത്ത് ഇടിയാൻ തുടങ്ങും. ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ ടെൻഷൻ ഉണ്ടാക്കി മോദിയെ ഡീസ്റ്റെബിലൈസ് ചെയ്ത്, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നത് ചൈനയുടെ ആഗ്രഹമാണ്. അതിനവരെ പാകിസ്ഥാൻ പ്രോക്സി ആയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാനുള്ളത്.